രമേശ് നാരായണനെതിരെ സംവിധായകൻ RS വിമൽ. സംസ്ഥാന അവാർഡ് കിട്ടിയതോടെ മതിഭ്രമം ബാധിച്ചതുപോലെയാണ് രമേശ് നാരായണൻ പെരുമാറുന്നതെന്ന് RS വിമൽ പറഞ്ഞു. എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാൻ. അവാർഡ് കിട്ടിയതിനു ശേഷം മതിഭ്രമം ബാധിച്ചതുപോലെയാണ് രമേശ് നാരായണൻ പെരുമാറുന്നതെന്ന് RS വിമൽ പറഞ്ഞു. അങ്ങേർക്ക് മതിഭ്രമമല്ലേ മതിഭ്രമം. രമേശ് നാരായണനെ പോലെ ഒരാൾക്ക് ഇത്രയ്ക്ക് പെട്ടെന്നൊരു മതിഭ്രമം വന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏറ്റവും വലിയ അപമര്യാദയും സംഗീതം പറയുന്ന ഒരു നാവ് കൊണ്ട് മഹാകള്ളം പറയുന്നതിൻ്റെ ഒരു തിരുത്തുമാണിത്. പൃഥ്വിരാജ് തന്നിഷ്ടപ്രകാരം എന്ന സ്വന്തം മൊയ്തിയിലെ 2 പാട്ടുകൾ ഒഴിവാക്കിയെന്ന് രമേശ് നാരായണൻ ആരോപിച്ചു. പൃഥ്വിരാജ് കേട്ടപ്പോൾ ഈ പാട്ട് സിനിമയ്ക്ക് കൊള്ളത്തില്ലെന്ന് പറഞ്ഞു. പറയുമ്പോ എനിക്ക് വേദനയുണ്ടടാ. ഒരു റീസൺ അതാണ്. പൃഥ്വി പറഞ്ഞപ്പോൾ പിന്നെ അവരല്ലേ തീരുമാനിക്കുന്നത്. പൃഥ്വിരാജാണല്ലോ സിനിമ, അല്ലെ പുള്ളി അഭിനയിക്കത്തില്ല. വിവരമുള്ളവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വിവരമില്ലാത്ത സാറൻ തന്നെ മറുപടി പറയാൻ പോകുന്നത്. അപ്പോൾ രമേശ് നാരായണന്റെ പാട്ട് അക്കാഡമിക്കൽ സോങ് ആണ്. അക്കാഡമിക്കൽ സോങ് ഐ ഡോണ്ട് നോ വാട്ട് ഇസ് ദ മീനിങ്. അതൊക്കെ വിദ്യാഭ്യാസം ഉള്ളവർക്കേ മനസ്സിലാവും. അപ്പൊ ഹാജിയാർക്ക് മനസ്സിലായിട്ടില്ല. ചിത്രത്തിലേക്ക് പൃഥ്വിരാജിനെ കൊണ്ടുവന്നത് താനാണ്. പൃഥ്വിരാജിനെ കുറിച്ച് ഞാൻ പറയുന്നതും ഈ പടം പൃഥ്വിരാജിനെ അഭിനയിക്കുന്നതും ഞാൻ പറഞ്ഞതുകൊണ്ടാണ് ചെയ്യുന്നത്. പറഞ്ഞ വിശ്വസിക്കോ? ഇല്ല, വിശ്വസിക്കില്ലേ? എന്റെ മതി, നിന്റെ ചായ കുടി. അഹങ്കാരി എന്താ നീയൊക്കെ? അല്ലെങ്കിൽ വിമലിനെ പൃഥ്വിരാജിനെ ഇവിടെ കിട്ടാനാ? പൊങ്ങച്ചക്കാരനാവൻ. വിമൽ ഇവിടെ എടുത്ത് വന്ന് സാർ ഒന്ന് വിളിക്കുകയോ ചോദിക്കുന്നു. കേൾക്കാൻ നല്ല രസമുണ്ട്. അപ്പൊ ഞാനിവിടെ ഇരുന്നിട്ട് മുകളിൽ നിന്ന് വിളിക്കുന്നു, പൃഥ്വിരാജ് ഒന്ന് അഭിനയിക്കാൻ പറ്റുമോ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഈ സ്ട്രോങ്ങിന്റെ ഒരു ഭാഗ്യേ. ഇതൊക്കെ എന്ത്? ഇന്ന് നിന്റെ മൊയ്തീൻ എന്ന ടൈറ്റിൽ എഴുതി ഉണ്ടാക്കുന്നത് ഞാനാണ്. മോളിൽ നിന്നിരുന്നിട്ട് കാഞ്ചന ചേച്ചി ഇവിടെ വന്നിട്ടാണ് ഇതിന്റെ ഡിസ്കഷൻ ചെയ്യുന്നത്. അപ്പൊ ദിസ് ഇസ് മൈ മൂവി. ഇനി ആരും സൂത്രം കാണിച്ചു കേട്ടാ. എഡിറ്റർ മുതലുള്ള സിനിമാറ്റോഗ്രാഫർ മുതലുള്ള എല്ലാവരും അന്ന് നമ്മൾ ഒത്തുകൂടിയിരുന്നു. ഇനി ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ഒരു വർക്ക്ഷോപ്പിൽ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് എല്ലാവരും പങ്കെടുക്കുന്നുണ്ടോ? അങ്ങനെയാണോ? ഇല്ല, അന്ന് നമ്മൾ ഇതിന്റെ മ്യൂസിക്കിനെ പറ്റി തീരുമാനിച്ചിട്ടില്ല. പൃഥ്വിരാജിനെ കുറിച്ച് ഞാൻ പറയുന്നതും ഈ പടം പൃഥ്വിരാജിനെ അഭിനയിക്കുന്നതും ഞാൻ പറഞ്ഞതുകൊണ്ടാണ് ചെയ്യുന്നത്. എന്റെ എല്ലാ മാനവും പോയി. വിമൽ എന്നെ ജലം കൊണ്ട് മുറിവേറ്റവൾ എന്ന് പറയുന്ന ഡോക്യുമെന്ററി കാണിച്ചപ്പോൾ ആ ഡോക്യുമെന്ററി കണ്ട ഉടനെ ഞാൻ തീരുമാനിച്ചു ഞാൻ ഈ സിനിമ ചെയ്യുന്നു. ഇപ്പൊ കാര്യങ്ങളൊക്കെ വ്യക്തമായല്ലോ. അപ്പൊ എന്റെ വിത്തി കണ്ടത്തിൽ ഇറങ്ങില്ല. ഇല്ല. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.